നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. 79ാമത് സ്വാതന്ത്ര്യദിനം രാജ്യമെമ്പാടും ആഘോഷിക്കുന്നു. എയ്മ ഗോവ യൂണിറ്റിന്റെ ഇന്ത്യ ഇന്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവൽ ഓഗസ്റ്റ് 16-17 തീയതികളിൽ, ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഗോവ സ്റ്റേറ്റ് യൂണിറ്റ്, IIDF സംസ്കൃതി എന്നിവയുമായി സഹകരിച്ച് ഓഗസ്റ്റ് 16-17 തീയതികളിൽ 2 ദിവസത്തെ നൃത്തോത്സവം സംഘടിപ്പിക്കുന്നു. ക്ലാസിക്കൽ, സമകാലിക, നാടോടി നൃത്തശൈലികൾ പ്രദർശിപ്പിക്കുന്ന ഇന്ത്യയിലുടനീളമുള്ള കലാകാരന്മാരുടെ മികച്ച പ്രകടനങ്ങൾ ഈ പരിപാടിയിൽ അവതരിപ്പിക്കും. മഡ്ഗാവിലെ ദാമോദർ വിദ്യാഭവനിൽ രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് പരിപാടി. ഗോവയിലെ കലാസ്വാദകർക്ക് വൈവിധ്യമാർന്ന നൃത്തരൂപങ്ങൾ ആസ്വദിക്കാനുള്ള അവസരമാണ് ഈ ഉത്സവം. ഇന്ത്യൻ നൃത്തകലയുടെ സമ്പന്നമായ പാരമ്പര്യവും ആധുനിക ശൈലികളും ഒരുമിച്ച് അവതരിപ്പിക്കുന്ന ഈ പരിപാടി കലാപ്രേമികൾക്ക് മറക്കാനാവാത്ത അനുഭവം സമ്മാനിക്കും. ഈ ഡാൻസ് ഫെസ്റ്റിവലിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നതായി സംഘാടകർ അറിയിച്ചു. ഹോർട്ടിക്കൾച്ചർ കോർപ്പറേഷൻ ഇന്നു മുതൽ 45 രൂപയ്ക്ക് തേങ്ങ വിൽക്കും. ഗോവ ഹോർട്ടിക്കൾച്ചർ കോർപ്പറേഷൻ ഇന്നു മുതൽ സംസ്ഥാനത്തെ 1250 ഔട്ട്ലെറ്റുകളിൽ 45 രൂപ വീതം തേങ്ങാ വിൽപ്പന ആരംഭിക്കും. തേങ്ങയുടെ വിലക്കയറ്റം കുറയ്ക്കാനാണ് ഈ നടപടി. കോർപ്പറേഷന്റെ ചെയർമാൻ പ്രേമൻ ഷെട്ട് പറയുന്ന അനുസരിച്ച് ആദ്യ ലോട്ടായ 25,000 തേങ്ങകൾ എത്തിക്കഴിഞ്ഞു. കർണാടകത്തിൽ നിന്ന് 40 രൂപ വീതം വാങ്ങിയാണ് ഇവ വിതരണം ചെയ്യുന്നത്. 1,00,000 തേങ്ങകൾ ഇറക്കുമതി ചെയ്യാനാണ് പദ്ധതി. ഗണേശ് ചതുർത്ഥി വരെ മൊബൈൽ ഗ്രോസറി വാനുകളിലൂടെയും തേങ്ങ ഈ സബ്സിഡി നിരക്കിൽ വിൽക്കും. പ്രാദേശികമായി തേങ്ങ ലഭ്യമാക്കാൻ ശ്രമിച്ചെങ്കിലും ആവശ്യമായ അളവ് ലഭിക്കാത്തതിനാലാണ് കർണാടകയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്. കഴിഞ്ഞ 3 വർഷമായി ഗോവയിൽ തേങ്ങ ഉൽപ്പാദനം കുറഞ്ഞതായി സർക്കാർ സമ്മതിച്ചു. പരുൾ യൂണിവേഴ്സിറ്റിക്ക് ക്വിറ്റോളിൽ ക്യാമ്പസിന് അനുമതി. ഗുജറാത്ത് ആസ്ഥാനമായ പരുൾ യൂണിവേഴ്സിറ്റിക്ക് ഗോവയിലെ കേപ്പം താലൂക്കിലെ ക്വിറ്റോൾ ഗ്രാമത്തിൽ ക്യാമ്പസ് സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. ഗോവ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആക്ട് 2020 പ്രകാരം ONGCക്ക് സമീപമുള്ള സർവേ നമ്പർ 78/1 യൂണിവേഴ്സിറ്റി പ്രവർത്തനം ആരംഭിക്കും. വഡോദരയിലെ വാഖോഡിയയിൽ ആസ്ഥാനമുള്ള പരുൾ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനാണ് യൂണിവേഴ്സിറ്റിയുടെ സ്പോൺസർ. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ സ്ഥാപനം വേഗത്തിലാക്കാൻ 2020 ഗോവ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആക്ടിൽ ഭേദഗതി വരുത്തിയിരുന്നു. ഇത് പ്രകാരം പ്രധാന ക്യാമ്പസ് സ്ഥാപിക്കുന്നതിന് മുമ്പ് താൽക്കാലിക ഓഫ് ക്യാമ്പസ് സെന്ററുകൾ തുടങ്ങാൻ അനുവാദമുണ്ട്. ഗോവയിൽ നാഷണൽ ശ്രീനാരായണ ഗുരു മീറ്റ് ഓഗസ്റ്റ് 16-ന്. ശ്രീനാരായണ ഗുരു മിഷൻ സൊസൈറ്റി ഗോവയും ഡൽഹിയിലെ യൂണിവേഴ്സൽ കോൺഫെഡറേഷൻ ഓഫ് ശ്രീനാരായണ ഗുരു ഓർഗനൈസേഷനുകളും ചേർന്ന് സംഘടിപ്പിക്കുന്ന നാഷണൽ ശ്രീനാരായണ ഗുരു മീറ്റ് ഓഗസ്റ്റ് 16-ന് ശ്രീനാരായണഗിരി അംബേഗൽ പോണ്ടയിലെ ശ്രീനാരായണ ഗുരു മന്ദിരത്തിൽ നടക്കും. പവർ മന്ത്രി ശ്രീ രാമകൃഷ്ണ ധവ്ലിക്കർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. രാവിലെ ശാന്തി ഹവൻ, ഗുരുപൂജ, ഗുരുകൃതി പാരായണം തുടങ്ങിയ ചടങ്ങുകൾക്ക് ശേഷം പ്രധാന സമ്മേളനം നടക്കും. പുസ്തക പ്രകാശനം, പ്രഭാഷണങ്ങൾ, ആദരവുകൾ എന്നിവ പരിപാടിയുടെ ഭാഗമാണ്. ഉച്ചയ്ക്ക് വിനോദ പരിപാടികളും ഭക്ഷണവും ഉണ്ടായിരിക്കും. തുടർന്ന് കഥ, ഗുരുദേവൻ പ്രഭാഷണവും വൈകുന്നേരം ഗുരുവിന്റെ ജീവിതവും ഉപദേശങ്ങളും എന്ന വിഷയത്തിൽ സെമിനാറും നടക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കാളികളാവുന്ന ഈ സംഗമം ആത്മീയ സാംസ്കാരിക ഐക്യത്തിന് വേദിയാകുമെന്ന് സംഘാടകർ അറിയിച്ചു. ഗോവയിൽ 24 മണിക്കൂറിൽ 69.9 മില്ലിമീറ്റർ മഴ ലഭിച്ചു. ഗോവയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ കനത്ത മഴ ലഭിച്ചതായി ഇന്ത്യ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് ചെയ്തു. ബുധനാഴ്ച വരെ 12% മഴക്കുറവ് വ്യാഴാഴ്ച 10% കുറഞ്ഞു. 69.9 മില്ലിമീറ്റർ മഴയാണ് വ്യാഴാഴ്ച രേഖപ്പെടുത്തിയത്. ഈ മൺസൂൺ സീസണിലെ 6ാമത്തെ ഏറ്റവും ഉയർന്ന ഒരു ദിവസത്തെ മഴയാണിത്. മപ്സ, പെർനേം, കേപ്പം, പനാജി എന്നിവിടങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചു. മഡ്ഗാവ്, മൊർമുഗാവ്, ധർമ്മന്തോറ, കാനക്കോണ, പോണ്ട എന്നിവിടങ്ങളിൽ മിതമായ മഴ ലഭിച്ചു. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ മഴയുടെ ശക്തി കുറഞ്ഞു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.